ആദിശേഖർ വധക്കേസ് പ്രതി പ്രിയരഞ്ജന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചാണ് കോടതി ഉത്തരവ്. ജസ്റ്റിസ് എം സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. തൗഫീഖ് അസ്ലം നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. തൗഫീഖ്, ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫിനിഷ, കാട്ടാക്കടയിലെ ആദിശങ്കർ വധക്കേസിലാണ് പ്രതിയായിട്ടുള്ള പ്രിയരഞ്ജന് സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിലെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് എം സുന്ദരേഷൻ അധ്യക്ഷനായ ബെഞ്ച് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ, അതായത് ഈ പൂവച്ചാൽ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ ഈ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചതിനെ ആദിശങ്കർ ചോദ്യം ചെയ്തു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസായി വന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഈ വൈരാഗ്യം മൂലം ആദിശങ്കറിനെ പ്രതി കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഈ കേസിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ കേസിലാണ് സുപ്രീം കോടതി ഇപ്പോൾ തൽക്കാലത്തേക്ക് ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ആദിശങ്കറിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം പ്രിയരഞ്ജന് ഇല്ലായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് കോടതി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാറിന്റെ നിയന്ത്രണം വിട്ട് കുട്ടിയെ ഇടിച്ചാണ് മരണമുണ്ടായതെന്നാണ് പ്രതിഭാഗം കോടതിയിൽ അറിയിച്ചത്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരി തൗഫീഖ്.